ജിൻഡോ മോശം ഗെയിമാണ് കളിക്കുന്നതെന്ന് വീടിനുള്ളിൽ ഒരു വിഭാഗം മത്സരാർത്ഥികൾക്ക് അഭിപ്രായമുണ്ട്. പുറത്ത് ജിൻഡോയെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ജിൻഡോ നിഷ്കളങ്കനാണെന്ന് ജിൻഡോയെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ജിൻഡോയുടെ അഭിപ്രായങ്ങളിലും പ്രവൃത്തികളിലും അബദ്ധങ്ങളുണ്ടെന്ന് വിമർശകർ പറയുന്നു. ജിൻഡോ കാരണം വീട്ടിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും ആരോപണമുണ്ട്. ജിൻഡോയ്ക്ക് പറ്റുന്ന പിഴവുകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. നാക്കിന് ബെല്ലും ബ്രേക്കും ഇല്ലാതെ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഒരു ജിൻഡോ ആകാം. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ തോന്നും പോലെ നുണ പറഞ്ഞത് ലാലേട്ടൻ പൊക്കിയതാണ്. എന്നാൽ ഇന്നിപ്പോ ഇത്തിരിയെങ്കിലും വിവരമോ നിലവാരമോ ഉള്ളവർ പറയാത്ത ചെയ്യാത്ത നിരവധി കാര്യങ്ങൾ ജിൻഡോ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നു. രശ്മിനെ കുറിച്ച് മോശം പറയാൻ വേണ്ടി ഒരു സ്ഥലത്തെ ആൾക്കാരെ ഒന്നടങ്കം അധിക്ഷേപിച്ചു. രശ്മിന്റെ സ്വഭാവം ഇങ്ങനെയായത് അവൾ വളർന്നു വന്ന സ്ഥലത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു മലയാളി എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് അയാൾ വളർന്ന കേരളത്തിന്റെ കുഴപ്പമാണെന്ന് വേറെ സംസ്ഥാനത്തിലെ ഒരാൾ പറയുന്നത് ആലോചിച്ചാൽ ജിൻഡോ പറഞ്ഞതിലെ ഭീകരത മനസ്സിലാക്കാം. മാത്രമല്ല, ഒരു സ്ത്രീയുടെ അടിവസ്ത്രം പൊക്കി കാണിക്കുക, അത് ഹാളിലെ സോഫയിൽ വെച്ചതിന് ആ സ്ത്രീ ഒരു മോശം സ്വഭാവക്കാരി ആയതുകൊണ്ടാണെന്ന് പറയുക എന്തൊരു നികൃഷ്ടമായ ചിന്താഗതിയാണിത്. കുളിക്കാൻ പോയ ജാസ്മിൻ പവർ ടീം മീറ്റിംഗിന് വിളിച്ചപ്പോൾ സോഫയിൽ അടിവസ്ത്രം വെച്ച് ടവൽ വെച്ച് മൂടി വെക്കുന്നുണ്ട്. മീറ്റിംഗ് ജിൻഡോയ്ക്കെതിരായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ടവൽ മാറ്റി അടിവസ്ത്രം ഉയർത്തി കാണിച്ചു. ജിൻഡോയ്ക്കെതിരെ വീഡിയോയിട്ടപ്പോഴും പറഞ്ഞപ്പോഴും ലാലേട്ടൻ പറഞ്ഞ ഇത് നിങ്ങളെ മോശമായി പറഞ്ഞതല്ല എന്ന വാക്യവും ഒരു ഒഴുക്കൻ സമീപനവും കാരണം കൂടിയാണ് ജിൻഡോ വീണ്ടും കൂടുതൽ കച്ചറയാകുന്നത്. ലാലേട്ടൻ ജിൻഡോയ്ക്ക് മോശമായി തോന്നുന്ന പോലെ തന്നെ പറയണമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. മോഹൻലാൽ ജിൻഡോയോട് കുറെ കൂടി മയത്തിലാണ് സംസാരിക്കുന്നതെന്ന അഭിപ്രായം പ്രേക്ഷകർക്കുമുണ്ട്. അതേസമയം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രി ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തിരുന്നു. വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ജിൻഡോയ്ക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇടയുണ്ട് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ജിൻഡോയെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തുടരുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ സഹ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി നിർത്തിപ്പൊരിച്ചത് ജിൻഡോയെയാണ്. രശ്മിന്റെ നാടിനെ കുറിച്ച് നടത്തിയ മോശം പരാമർശം, ഗബ്രിയുമായി ഉണ്ടാക്കിയ വഴക്ക് തുടങ്ങിയവയെല്ലാം ജിൻഡോയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ജിൻഡോയുടെ പരാമർശത്തിൽ രൂക്ഷ പ്രതികരണമാണ് രശ്മിൻ നടത്തിയത്. ബിഗ് ബോസിനോട് പരാതി ഉന്നയിക്കുകയും ചെയ്തു. ഇതിനോടകം ബിഗ് ബോസിന്റെ അടക്കം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ജിൻഡോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ കുറിപ്പുകൾ പങ്കുവെക്കുന്നുണ്ട്. ബിഗ് ബോസിൽ വന്നിട്ടുള്ളവരിൽ ബിഗ് ബോസിന്റെ പേയ്മെന്റ് വാങ്ങി സത്യത്തിൽ പണിയെടുക്കുന്ന ഒരേ ഒരാൾ ജിൻഡോയാണ്. അതായത് ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ ഗെയിം കളിക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥി. മാത്രമല്ല, ഉറങ്ങിക്കിടന്ന ബിഗ് ബോസ് വീട് ഉണർത്തിയ മത്സരാർത്ഥി ജിൻഡോയാണ് എന്നിങ്ങനെയൊക്കെയാണ് ജിൻഡോയെ കുറിച്ച് വരുന്ന അഭിപ്രായങ്ങൾ. മുൻപത്തെ രജിത് കുമാറിനെ പോലെ അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവുമാണ് ഇപ്പോൾ ജിൻഡോയ്ക്കുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.